ചെറിയ ചിന്ത ഇന്ന് രാത്രി ഓർപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ ചിന്തനെ നിങ്ങളുടെ നടുവിലേ ഞാൻ വയ്ക്കാൻ വിരുമ്പുகிறேன். അതിനാധാരമായി 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം 2 Timothy chapter 1 verse 15 starting of the 2 തിമോത്തിயின் புத்தகம் 1-ാം அதிகாரம் 15வது வசனத்தோட முதல் பகுதியை நான் வாசிக்க கேட்கிறேன். ஆசியா நாட்டில் இருக்கிற யாவரும் அவர்களில் பிகலு எர்மோகனே முதலாய் എന്നെ വിട്ട് മതി. മലയാളത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. മലയാളത്തിലെ വിധമായി പാർக்கிறோம், ആസിയ നാട്ടിൽ இருக்கிற யாவரும் എന്നെ വിട്ട് വിലകി പോനാൽ എന്ന് നീ അറിഞ്ഞിരിക്കുകയായേ. അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗൽ തന്റെ ഉത്തമ കുമാരനായിരിക്കുന്ന തിമോത്തിയോയ്ക്ക് ഉണർത്തുവിക്കக்கூடிய ഒരു വാർത്ത ഇത്. 2 തിമോത്തിയോസ് എന്ന് പറയുന്നത് പൗലോസിന്റെ അവസാനത്തെ ലേഖനം, കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുന്ന ഒരു ലേഖനം. இந்த 2 തിമോത്തി പുസ്തകം என்பது അപ്പോസ്തലനായ പൗൽ സിരച്ചാലയിൽ ഇരുന്ന് എഴുതിനവിടെ കടൈസി നിരൂപமாக இருக்கிறது. തന്റെ തല ഛേദിക്കപ്പെടുവാൻ ചില ദിനങ്ങൾ മാത്രമേ തന്റെ മുമ്പിൽ, അവരുടെ തല ശിരഛേദം പണ്ടപ്പെടുവதற்கு ഒരു ചില നാட்கள் മാത്രമേ இருக்கிறது. തന്റെ പുത്രനായ തിമോത്തിയോസിന് കൈമാറേണ്ട ഒരു അതിപ്രധാനമായ സന്ദേശം അവർ തന്റെ ഉത്തമ കുമാരനായ തിമോത്തിയോയ്ക്ക് കൈയളിക്ക വേണ്ടിയ ഒരു മുഖ്യமான செய்தி ഇങ്ങ சொல்கிறார். ഇവിടെ നാം വായിച്ചത് ഒരു വേദനാജനകമായ ചില വാക്കുകളാണ്. ഇങ്ങേ ഒരു വേദനകൾ നിറഞ്ഞ പകുതികളാக വസനങ്ങൾ இருக்கிறது. തനിക്ക് സംഭവിച്ചവന്റെ നൊമ്പരമല്ല, തനക്ക് നേരിട്ടതിനുடைய വരുത്തങ്ങൾ അല്ല. മോനെ തിമോത്തി, നീ ഇത് അറിയണം. മകനെ തിമോത്തിയെ ഇത് നീ നന്നായി അറിയ வேண்டும். ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചാൽ നീ തളർന്നു പോകരുത്. ഒരുവേളை നീ ഉன்னுடைய வாழ்க்கையில் ഇதை അനുഭവിച്ച് കടന്നു ചെന്നു കൊണ്ടിരിக்கலாம். ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ തമിഴ്നാടിന്റെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷനിൽ ദൈവജനം പൂർണ്ണമായി ഇത് ഉൾക്കൊള്ളുക. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ തമിഴ്നാട് മാநில കൺവെൻഷനിൽ ഇങ്ങേ വന്നിരിക്കുന്ന ഓരോരുത്തരും ഇത് നന്നായി ഉണർന്നു കൊള്ള வேண்டும். ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിനു മുമ്പിൽ നാം തളർന്നു പോകരുത്. ഒരുവേളை നമ്മുടെ வாழ்க்கையிலே വേദനകൾ നിറഞ്ഞ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നാം സോർന്നു വിടக்கூடாது. ഇവിടെ പൗലോസ് പറയുന്നു, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. ഇങ്ങേ അപ്പോസ്തലനായ പൗൽ சொல்கிறார், ആസിയ നാട്ടിൽ இருக்கிற എല്ലാവരും എന്നെ വിട്ട് വിലകി പോനാர்கள். ആസ്യക്കാർ എല്ലാവരും വിട്ടുപോയെന്ന് വെച്ചാൽ ഏഷ്യയിലുള്ള എല്ലാവരും എന്നെ വിട്ടുമാറി എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. ഇങ്ങേ ആസിയ നാട്ടിലുള്ള എല്ലാവരും എന്നെ വിട്ട് വിലകിനാൻ എന്നതിനാലേ ആസിയ നാട്ടിൽ இருக்கிற എല്ലാവരും വിട്ടുവിട്ടാൽ என்பது பொருள் அல்ல. ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരു കൂട്ടം ആൾക്കാർ, അവർ തങ്ങളുടെ ഉയിரை போல நேசித்த சில பேர் அங்கே இருந்தார்கள். തന്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ സുവിശേഷ വേലയിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ച ഒരു സ്ഥലമായിരുന്നു ആസിയ. അங்கே അപ്പോസ്തലനായ പൗൽ തന്റെ ഊഴിയ കാലങ്ങളിൽ അധികமான നേരങ്ങൾ ചെലവഴിച്ച ഒരു ഇടം தான் ആസിയ. അതുപോലെ താൻ ഏറ്റവും അധികം അധ്വാനിച്ച ഒരു സ്ഥലമായിരുന്നു. അതേപോലെ ആസിയ என்பது പൗൽ അധികமாக ഊഴിയം ചെയ്ത് പ്രയാസപ്പെട്ട ഇടവും കൂടെ. അതിനെക്കുറിച്ച് ധാരാളം എനിക്ക് വിശദീകരിക്കുവാനുണ്ട്. ഇതേക്കുറിച്ച് അധികമായി சொல்ல എன்னால முடியும். തന്റെ ജീവിതത്തിന്റെ നല്ല ഒരു പങ്ക് ആസിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. അപ്പോസ്തലനായ പൗൽ തന്റെ ഊഴിയത്തിന്റെ മിക മുഖ്യமான നേരങ്ങളെ ആസിയാവുക്കാக ഒതുക്കി തന്നിരിക്കുകയാണ്. അത്ര ശക്തമായി പിശാചിനാൽ ബാധിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ആസിയ. அந்த ஆசியா என்பது அவ்வளவுக்கு அதிகமாய் பிசாசினாலே பிடிபட்டிருக்கிற இடமாக ஸ்தலமாக இருந்தது. ആഭിചാരം കൊടി കൊണ്ട് വാണ ഒരു സ്ഥലം, அங்கே மந்திரவாதங்கள் அதிகமாய் கோலோச்சி கொண்டிருந்த இடமாக இருந்தது. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രങ്ങൾ നിലകൊണ്ട സ്ഥലം, അർത്തമേയോ ദേവതയുടെ കോവിൽ അங்கே ഇരുന്ന ഒരു ഇടം. അത് അരാജകത്വവും മ്ലേച്ഛതവും കൊടികുത്തി വാഴിയ ഒരു സ്ഥലം, അന്യായങ്ങളും അശുദ്ധങ്ങളും മിക അധികമായി പെരുകിക്കൊണ്ടിരുന്ന ഒരു ഇടം. അത് അവിടെ വ്യാപരിച്ച അന്ധകാര ശക്തിക്കെതിരെ പൗലോസ് ശക്തമായി പൊരുതിക്കൊണ്ടിരുന്നു. അங்கே இருக்கக்கூடிய எல்லா ക്രിയകൾക്ക് എതിരായി അപ്പോസ്തലൻ പൗൽ അവൻ എതിർത്ത് നിന്നു കൊണ്ടിരുന്നാർ. തന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം, അവർ തന്റെ ഊഴിയത്തിന്റെ வாழ்க்கைയുടെ മിക മുഖ്യ പകുതി അங்கே ചെലവഴിക്ക വിരുമ്പിയ ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരു കൂട്ടം ആസിയക്കാർ, അங்கே തന്റെ ഉയിരെ പോലെ നേസിച്ച ഒരു കൂട്ടം മക്കൾ ഇരിക്കുന്ന ഇടം ആസിയ. തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം താൻ പറയുന്നു, ആസിയക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. ஆனால் தன்னுடைய ஆமென் வாழ்க்கைയുടെ முடிவு நிலையில வந்தபோது சொல்லுகிறார், அந்த ஆசியா நாட்டில் இருக்கிற അനേകർ എന്നെ വിട്ട് വിലകി പോനാர்கள். ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് അന്യായ ബന്ധനങ്ങൾ വാണുകൊണ്ടിരുന്ന ആ സ്ഥലം, അതാണ് ആസിയ.
அந்த ஆசியா என்பது அநியாயங்களும் அதே போல மந்திரவாதங்களும் நிறைந்து கவிந்த ஒரு இடம் அது. അവിടെയാണ് ഒരിക്കൽ പൗലോസ് ചോദിച്ചത്, அங்கேதான் அப்போஸ்தலனை போல் ஒரு தடவை இவ்விதமாய் கேட்டார், നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? நீங்கள் பரிசுத்த ஆவியை நீங்கள் விசுவாசித்து பெற்றிருக்கிறீர்களா? അപ്പോസ്തല പ്രവൃത്തി 9:19 വാക്യങ്ങൾ എനിക്ക് വായിക്കണമെന്നുണ്ടായിരുന്നു. அப்போஸ்தலர் நடபடிகள் 19 அதிகாரம் 1-2 വചനങ്ങളെ വാസിக்க വിரும்புகிறேன். അത്ര എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വായിപ്പിക്കുന്നില്ല. നേരമില്ലാത്തതിനാലെ കടന്നു പോക വിരുമ്പുகிறேன். ഞാൻ പറഞ്ഞല്ലോ, മ്ലേച്ഛതയും അരാജകത്വം കൊണ്ട് നിറഞ്ഞ ആ ദേശത്തേക്ക് പൗലോസ് കടന്നു ചെന്നു. ആമേൻ. അന്യായങ്ങളും അശുദ്ധങ്ങളും ആമേൻ മന്ത്രവാദങ്ങളും നിറയുന്ന அந்த ദേശത്തേക്ക് അപ്പോസ്തലനായ പൗൽ കടന്നു പോനാ. താൻ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ടവരെ അരികിലേക്ക് വിളിച്ചു. അവർ തന്നാൽ നേസിക്കപ്പെട്ടവരെ തന്നരികെ വരവழைத்தார். അവരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? அவர்களை பார்த்து அவர் கேட்ட ஒரே ஒரு முதல் கேள்வி, நீங்கள் பரிசுத்தாவை விசுவாசித்து பெற்றிருக்கிறீர்களா? നാം ആയിരുന്നെങ്കിൽ ചില നാളുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ടാൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്? நாம் நமக்கு அறிமுகம் இல்லாத நெருங்கினவர்களை திடீரென்று பார்க்கும் பொழுது நாட்களுக்கு அப்புறம் பார்க்கும்போது என்ன கேட்போம்? നമ്മളൊക്കെയാണെങ്കിൽ ഞങ്ങളൊക്കെയാണെങ്കിൽ സാധാരണ ചോദിക്കുന്നത്, എന്തുണ്ട് വിശേഷം, മക്കളൊക്കെ എന്ത് പറയുന്നു, കുടുംബം എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമായിരുന്നു. நாம் அநேக நாட்களுக்கு பிற்பாடு நமக்கு நெருங்கின ஒருவரை കാണുம்போது நன்றாயிருக்கிறீர்களா, பிள்ளைகள் நன்றாயிருக்கிறாள் என்று குசலம் விசாரிப்போம். എന്നാൽ പൗലോസ് ഇവിടെ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് താൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ஆனால் அப்போஸ்தலனாய் பவுல் நம்மை போல கேட்கவில்லை, மாறாக அவர் கேட்ட ஒரே ஒரு கேள்வி, நீங்கள் பரிசுத்தாவியை விசுவாசித்து பெற்றிருக்கிறீர்களா? പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് 40 വർഷമായി, 30 വർഷമായി, 20 വർഷമായി, 10 വർഷമായി അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? இந்த பெந்தகோஸ்து அனுபவத்திலே பல வருடங்களாக வந்திருக்கிற அன்பான உங்களை பார்த்து நான் ஒரு கேள்வியை கேட்கிறேன், நீங்கள் விசுவாசித்த பொழுது பரிசுத்த ஆவியை நிறைவே பெற்றிருக்கிறீர்களா? എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മീയ നിലവാരം എങ്ങനെയാണ്? அதனுடைய பொருள் என்ன? உங்களுடைய ஆவிக்குரிய நிலைமை இப்பொழுது எவ்விதம் இருக்கிறது? ഇന്ന് രാത്രി പന്തലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് വ്യക്തമായി വിരൽ ചൂണ്ടി ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? നിങ്ങളുടെ ആത്മീയ നിലവാരം അതെങ്ങനെയാണ്? இந்த இடத்தில் அமர்ந்திருக்கிற ஒருவரை பார்த்து பரிசுத்த ஆவியானவர் கேட்கிறார், நீங்கள் விசுவாசித்த போது பரிசுத்த ஆவியை நீங்கள் பெற்றிருக்கிறீர்களா? உங்களுடைய ஆவிக்குரிய நிலைமைகள் இப்பொழுது இன்று எவ்விதம் இருக்கிறது? അവരുടെ മറുപടി, ഞങ്ങൾ അത് കേട്ടിട്ട് പോലുമില്ല. அவர்கள் சொன்ன பதிலை இதுவரைக்கும் கேட்டது கூட இல்லை. എന്നാൽ അങ്ങനെ കേട്ടിട്ട് പോലുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നില്ല. அங்கே கேட்கவே இல்லை என்று சொன்னதனால் அது விட்டு விலகியும் போகவில்லை. അവരെ പൗലോസിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചു. அவர்களை பவுலுக்கு முன்பாய் முழுவதும் நிறுத்தினார்கள். പൗലോസ് അവരുടെ മേൽ കൈവച്ചു. அப்போஸ்தலனாய் பவுல் அவர்களுடைய தலையின் மேல் கைகளை வைக்கிறார். ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. தேவ பிரசன்னம் அங்கே இறங்கி வந்தது. മ്ലേച്ഛതകളെ കൊണ്ട് നിറഞ്ഞ ആസ്യയുടെ പ്രദേശത്ത്, அசுத்தங்களால் நிறையப்பட்ட ஆசியாவின் அந்த பகுதியில், അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം അവിടെ നിലകൊള്ളുന്ന ആ പ്രദേശത്ത്, அர்த்தமீ தேவதையினுடைய அதிகாரங்கள் கவிந்து ஒழுகின அந்த இடங்களிலே, അരാജകത്വം അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്ന ആ ദേശത്ത്, அநியாயங்கள் அதிகமாய் பெருகிக் கொண்டிருந்த அதே பட்டணத்திலே പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോ, பவுல் அவருடைய தலையின் மீது கை வைத்தபோது പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ ഇറങ്ങി വന്നു. பரிசுத்த ஆவியானவருடைய வல்லமை அவர்கள் மேல் இறங்கி ജനം ആത്മാവിൽ നിറയുവാൻ തുടങ്ങി. அவர்கள் ஆவியிலே நிரம்பினார்கள். അവരുടെ ബന്ധനം അഴിയുവാൻ തുടങ്ങി. அவருடைய கட்டுகள் அறுக்கப்பட ஆரம்பித்தது. അവരുടെ ആഭിചാര കെട്ടുകൾ അഴിയുവാൻ തുടങ്ങി. அவருடைய மந்திரவாத கட்டுகள் அறுந்து போகிறது. ആത്മാവിന്റെ അഗ്നി അവിടെ ഇറങ്ങി വന്നു. ஆவியானுடைய அக்கினி அங்கே இறங்கி வந்தது. നാം വായിക്കുന്നത് 50,000 വില വരുന്ന വെള്ളിക്കാശി വില വരുന്ന അങ്ങനെയുള്ള പുസ്തകം, ആഭിചാരത്തിന്റെ പുസ്തകം അവർ തീയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. அந்த பட்டணத்தார் சுவிசேஷத்தை ஏற்றுக்கொண்ட போது ஏறக்குறைய 50,000 வெள்ளி மதிப்புள்ள புஸ்தகங்களை அவருடைய மந்திரவாதங்களை கொண்டு வந்து தீ வைத்து கொளுத்தினார்கள். ആത്മാവിന്റെ അഗ്നിയിൽ അത് വെന്തെരിഞ്ഞു. ஆவியானவருடைய அக்னியில் அவைகள் சுட்டரிக்கப்பட்டது. ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ ഏതാണ്ട് 3 കോടി രൂപയുടെ വിലയുള്ള പുസ്തകങ്ങൾ. இன்றைக்கு ரூபாய் மதிப்பில் எடுக்கும்போது ஏறக்குறைய 3 கோடி மதிப்புள்ள புத்தகம் அது. പിശാച് വാണിരുന്ന ആ സ്ഥലത്ത്, பிசாசு அதிகாரம் காண்பித்த அந்த இடத்திலே, മന്ത്രവാദവും ആഭിചാരവും നിറഞ്ഞിരുന്ന പുസ്തകങ്ങൾ, മന്ത്രവാദങ്ങളും ആമേൻ பில்லி சூனியங்களும் நிறைந்த புத்தகங்களை. ഒരു കാര്യം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ஒரு காரியத்தை ஆவியானவர் மூலம் சொல்கிறேன். ഇന്ന് രാത്രി ആത്മശക്തി ഇവിടെ ഇറങ്ങി വന്നാൽ, இன்றைக்கு ஆவியானுடைய வல்லமை இங்கே இறங்கி வந்தால், ആത്മശക്തി പന്തലിൽ ഇറങ്ങി വന്നാൽ, ஆவியானுடைய வல்லமை இந்த மைதானத்தில் இறங்கி അങ്ങനെയുള്ള வந்தால், പുസ്തകങ്ങള് തീയിൽ വെന്ത് കരിയും. அங்கே இந்த இடத்தில் அந்த புத்தகங்கள் தீ வைத்து அக்கினியால் கொளுத்தப்படும். ഒരു പക്ഷേ നിന്റെ പേരെഴുതി വെച്ചിരിക്കുന്ന ചില മന്ത്രവാദ പുസ്തകങ്ങൾ, ஒருவேளை உடைய பெயரை குறிப்பிட்டிருக்கிற
சில மந்திரவாத புத்தகங்கள், നിന്റെ പേരെഴുതി വെച്ചിരിക്കുന്ന നിന്റെ ഭാവിയെ എഴുതി വെച്ചിരിക്കുന്ന ചില പുസ്തകങ്ങൾ, உன்னுடைய பெயரை உன்னுடைய எதிர்காலத்தை குறிப்பிட்டிருக்கிற சில புத்தகங்கள், നിന്റെ കുടുംബത്തിനെതിരെ ചില രേഖകൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, உன்னுடைய குடும்பத்துக்கு எதிராய் சில கையெழுத்துக்களை காரியங்களை எழுதி வைத்திருக்கிற புத்தகங்கள், നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പിശാച് ബന്ധിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചില உன்னுடைய പുസ്തകങ്ങൾ. குடும்பத்தை உடைக்கும்படியாய் பிசாசு எழுதி எண்ணி வைத்திருக்கிற ഇന്ന് புத்தகங்கள். രാത്രി നീ വിശ്വസിക്കുക, இந்த ராத்திரியிலே நீங்கள் விசுவாசிக்க, ആത്മാവിന്റെ ശക്തി പന്തലിൽ ഇറങ്ങി വരുമ്പോൾ, ஆவியானவருடைய வல்லமை இந்த இடத்துல இறங்கி ആത്മാവിന്റെ வரும்போது, ശക്തി പന്തലിൽ ഇറങ്ങി വരുമ്പോൾ, ஆவியானவருடைய வல்லமை இங்கே இறங்கி வரும்போது, ആത്മാവിന്റെ ശക്തി ഇവിടെ ഇറങ്ങി വരുമ്പോൾ, ஆவியானவருடைய வல்லமை இங்கே இறங்கி வரும்போது, അങ്ങനെയുള്ള മന്ത്രവാദത്തിന്റെ കെട്ടുകൾ അഴിയും. அப்படிப்பட்ட அதெல்லாம் மந்திரவாத கட்டுகள் அறுந்து നിന്റെ போகும். കുടുംബത്തിന്റെ നേരെയുള്ള உன்னுடைய குடும்பத்தின் மீது இருக்கிற പിശാച് ബന്ധിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ பிசாசு கட்டி வைத்திருக்கிற சில காரியங்கள் എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയാം? எவ்வளவு பேர் விசுவாசிக்க വിശ്വസിക്കുന്ന முடியும்? പ്രിയപ്പെട്ടവ കരം തട്ടി ഒരു നിമിഷം ദൈവത്തെ விசுவாசிக்கிற സ്തുതിക്കുക. கரங்களை தட்டி எல்லாரும் தேவனை துதிக்கலாம். ஹalleluya! കരം തട്ടി ദൈവത്തെ സ്തുതിക്കുക. கரங்களை தட்டி தேவனை துதிக்கலாம். ദൈവജനം ദൈവത്തെ ആരാധിക്കും. தேவஜனம் தேவனை ஆராதிக்கும் பொழுது മന്ത്രവാദത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു மந்திரவாத கட்டுகள் அறுந்து போகும். ദുഷ്ടശക്തികൾ അഴിഞ്ഞു മാറുകയാണ്. எல்லா அந்தகார கிரியைகள் அறுந்து போக ഈ ஆரம்பிக்கும். തമിഴ്നാട്ടിലെ ഈ പന്തലിൽ இந்த தமிழ்நாட்டிலே இந்த ഇന്ന് രാത്രി பந்தலில் ദൈവജനം இந்த ആരാധിക്കുമ്പോൾ, ராத்திரியிலே தேவஜனம் ஆராதிக்கும் ഇന്ന് பொழுது, രാത്രി ദൈവജനം സ്തുതിക്കുമ്പോൾ, இந்த தேவஜனம் தேவனை துதிக்கும் ആത്മാവിന്റെ பொழுது, ശക്തി വ്യാപരിക്കുമ്പോൾ, ஆவியானவருடைய வல்லமை இறங்கும் ചില பொழுது, ദുഷ്ടശക്തികൾ, சில துஷ்ட ചില கிரியைகள், മന്ത്രവാദത്തിന്റെ ശക്തികൾ, சில மந்திரவாத ചില கிரியைகள், അഭിചാരത്തിന്റെ சில ശക്തികൾ பில்லி சூனிய ഇന്ന് രാത്രി காரியங்கள் അഴിഞ്ഞു മാറട്ടെ. இந்த ராத்திரியிலே அறுந்து ഇന്ന് രാത്രി போவதாக, അഴിഞ്ഞു മാറട്ടെ. ராத்திரியிலே அறுக்கப்படுவதாக. ഒടുവിൽ പൗലോസ് കാരാഗൃഹത്തിൽ கடைசியாக பவுல் சிறைக்கு போகிறார். മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, தன்னுடைய மரணத்தை தனக்கு எதிராய் മരണത്തിന്റെ பார்த்துக்கொண்டு, തൊട്ടു മുമ്പിൽ மரணத்துக்கு நெருங்கின நிலைமையில் വേദനയോടെ പറയുകയാണ്, வேதனையோடு சொல்கிறார், തിമോഥെയോസേ, അവർ എല്ലാവരും എന്നെ കൈവിട്ടു. தீமோத்தேயுவே, எல்லாரும் என்னை கைவிட்டார்கள். അവർ എല്ലാവരും എന്നെ വിട്ടുപോയി. அவர்கள் எல்லாரும் என்னை விட்டு മോനെ, നീ போய்விட்டார்கள். ഇത് അറിയണം. மகனே, நீ இதை அறிய வேண்டும். ഞാൻ ഈ ബാറ്റൺ നിനക്ക് കൈമാറുവാൻ വേണ്ടി പോവുകയാണ്. நான் இப்பொழுது இந்த காரியத்தை உனக்கு நான் கையளிக்க போகிறேன். എന്താണ് ബാറ്റൺ എന്നുള്ളത് നമുക്കറിയാം. என்னது என்று உங்களுக்கு தெரியும். റിലേ ഓട്ടങ്ങളിലൊക്കെ ഓടുമ്പോൾ நம்முடைய தொடர்ச்சியான ஓட்டங்களுக்கு ஓடும்போது ഒരു സെറ്റ് ആൾക്കാർ കടന്നു വന്ന് അവരുടെ ആ ഓട്ടം അവസാനിക്കുമ്പോൾ ஒரு நபர் தன்னுடைய ஓட்டத்தை முடிக்கிற நேரம் അടുത്ത வருகிறது. ഒരു ഗ്രൂപ്പിന് വേണ്ടി കൈമാറുന്ന ബാറ്റൺ. வேற ഒരു நபரிடத்தில் அதை கையளிக்கிற ஒரு நேரம் வரும். അവിടെ പൗലോസിന് ഒരു കാര്യം അറിയാം. பவுலுக்கு ஒன்று நன்றாய் தெரியும். എന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. என்னுடைய ஊழியம் இன்றை முடிக்க ചില முடியல. ദിവസങ്ങൾ കഴിയുമ്പോൾ അത് അവസാനിക്കും. சில நாட்களுக்கு என்னுடைய ஊழியம் എന്നാൽ അത് முடியல. ഏറ്റെടുക്കുവാൻ ഒരുവൻ വേണം. ஆனால் அதை ஏற்றுக்கொள்ள ஒருவன் മോനെ வேண்டும். തിമോഥെയോസേ, ആ ബാറ്റൺ നിനക്ക് ഞാൻ மகனே കൈമാറുകയാണ്. தீமோத்தேயுவே, இதை நான் உனக்கு கையளிக்கிறேன். നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചാൽ உன்னுடைய வாழ்க்கையில் இது போல നീ நடந்தால் തളർന്നു പോകരുത്. நீ தளர்ந்து போக നീ கூடாது. ക്രിസ്തുവിൽ കൂടുതൽ ഉറയ്ക്കണം. நீ அதிகமாய் உறுதியாய் நிற்க வேண்டும். ഏതെല്ലാം വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, எந்த காரியங்களுடைய வாழ்க்கையில் നിന്റെ நேரிட்டாலும், ക്രിസ്തീയ ജീവിതത്തിൽ എത്ര പ്രതിസന്ധിയെ നേരിട്ടാലും, உன்னுடைய கிறிஸ்தவ வாழ்க்கையில் எவ்வளவு எதிர்ப்புகள் ഞാൻ வந்தாலும், ഒരു കാര്യം അറിയുന്നു. நான் ஒன்றை சொல்கிறேன். ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. நான் விசுவாசித்திருக்கிறவர் இன்னார் என்று நான் அறிவேன். I know whom I have believed. நான் விசுவாசித்திருக்கிறவர் இன்னார் என்று ഞാൻ எனக்கு വിശ്വസിക്കുന്ന தெரியும். ഒരുവനുണ്ട്. நான் விசுவாசிக்கிற ஒருவர் ഇന്ന് எனக்கு രാത്രി இருக்கிறார். എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ ராத்திரி കഴിയും? எத்தனை பேர் அதை நீங்கள் சொல்ல ഏതെല്ലാം முடியும்? വിഷയങ്ങളെ നിങ്ങൾ നേരിടട്ടെ, எந்தெந்த காரியங்களுக்கு எதிராக ഏതെല്ലാം வரலாம்? പ്രശ്നങ്ങളെ எந்த നേരിടട്ടെ, பிரச்சனைகளுக்கு எதிராக ഞാൻ வரலாம்? വിശ്വസിക്കുന്ന ഒരുവൻ, நான் விசுவாசிக்கிற ഞാൻ വിശ്വസിക്കുന്ന ഒരുവൻ, நான் വിശ്വസിക്കുന്ന അവൻ എന്റെ ഒരുവൻ. ഉപനിധിയാണ്. அவர் என்னுடைய ആ ദിവസം വരെ, ஆமென். ആ ദിവസം വരെ ஹalleluya. എന്നെ നിർത്തുവാൻ അവൻ ശക്തനാണ്. கடைசி வரை என்னை நிலைநிறுத்தவர் வல்லவர். എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ என் ശക്തിപ്പെടുക. மகனே, நீ கிறிஸ்து இயேசுவுள்ள கிருபையில் பலப்படு. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ബലപ്പെടണം. கிறிஸ்து இயேசுவுள்ள கிருபையினால் நீ பலப்படு. വാസ്തവത്തിൽ പൗലോസ് ഇപ്പോൾ നിസ്സഹായനാണ്. இங்கே பவுல் இப்போது அவர் ஒன்றுக்கு ஒன்று ഇനി செய்ய முடியாத நிலையில் இருக்கிறார். ഇനി ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കി அவரால் இனி ஒன்று செய்ய முடியாத நிலை வருகிறது. അനേക പ്രിയപ്പെട്ടവർ അവനെ വിട്ടുപോയി. அநேகர் அவரை விட்டு விலகி போனார்கள். അതാണ് ഈ ലോകം. அதுதான் இந்த உலகமும் கூட. നമ്മുടെ ജീവിതത്തിൽ സകല കഴിവുകളും അസ്തമിക്കുമ്പോൾ நம்முடைய வாழ்க்கையில் எல்லா திறமைகளும் நம்மை നമ്മോട് கைவிடும். കൂടെ നിൽക്കുന്ന പലരും നമ്മെ വിട്ടുപോയി. நம்மோடு இதுவரைக்கும் இருந்த அநேகர் விட்டு விலகும் பொழுது, എന്നാൽ ഇവിടെ ഒരു കാര്യം, ഒരു സന്തോഷ കാര്യം എനിക്ക് പറയുവാനുള്ളത്, ஆனால் இங்கே ஒரு மகிழ்ச்சியான செய்தி உங்களுக்கு சொல்ல முடியும் താഴോട്ട് என்றால், വായിക്കുമ്പോൾ അവിടെ ഒരു ഒനേസിഫെരോസിനെ നമുക്ക് அங்கே കാണാം. கீழே வாசிக்கும் போது ஒரு ஒனேசிமு என்கிற ஒருவனை ബൈബിളിൽ பார்க்கிறோம். അധികം ഭാഗത്ത് ഒനേസിഫെരോസിനെ കുറിച്ച് എഴുതിയിട്ടില്ല. வேதத்தில் அநேக இடங்களில்
ஒனேசிமை குறித்து எழுதப்படவில்லை. എന്റെ ചിന്ത ശരിയാണെങ്കിൽ രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. எனக்கு ஞாபகம் சரியா இருக்குமானால் ரெண்டு இடத்தில் വായിച്ച இருக்கிறது. വാക്യത്തിന്റെ തൊട്ടടുത്ത് ஒன்று இந்த வாசித்த பகுதிக்கு அடுத்த பகுதி. അതിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 16-ാം വചനം പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അനേക നേരങ്ങളിൽ എനിക്ക് ആറുതലായിരുന്ന ഒനേസിമോവെ ആണ്ടവർ ആദരിപ്പാരാക. അത് കൂടാതെ മറ്റൊരു ഭാഗത്തും എഴുതിയിട്ടുണ്ട്. അതേ അല്ലാமல் വേറൊരു പകുതിയിലും 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നില്ല. 4-ാം അധികാരം 19-ാം വചനത്തിൽ இருக்கிறது. വ്യത്യസ്തനായ ഒരു ഒനേസിഫോരസ് അங்கே அதிக நல்ல திறமையுள்ள ഒരു മനുഷ്യൻ പൗലോസിനെ വിട്ടുമാറിയപ്പോൾ, ആസിയാവിലുള്ള അനേകർ പൗലെ വിട്ടു പോയപ്പോൾ, സ്നേഹിച്ചു കൊണ്ടുവന്നവരെല്ലാം തന്നെ വിട്ടുമാറിയപ്പോൾ, എല്ലാവരും താൻ നേസിച്ചവர்கள் വിട്ടു വിലകിയപ്പോൾ, തന്നോട് കൂടെ ചേർന്ന് നിന്ന ഒരു ഒനേസിഫോരസ്, തന്നെ അധികമായി നേസിച്ച് തന്നോട് പിരിയാமல் ഇരുന്ന ഒരു ഒനേസിമോ, തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തി. അവൻ എല്ലാവരുടെ വിശേഷமாக അവിടെ இருந்தார். അടുത്ത ഭാഗത്ത് വായിക്കുന്നത് പലപ്പോഴും എന്നെ തണുപ്പിച്ചവനാണ്. அங்கே சொல்லப்படுகிறது അനേകം തടവ എന്നെ ആற்றினான். ഒരിക്കലല്ല, ഒരു തടവയല്ല, പലപ്പോഴും എന്നെ തണുപ്പിച്ചു. അനേകം തടവ പൗലോസ് ഒനേസിഫോരസിനെ കുറിച്ച് പറയുന്നത്, പൗൽ ഒനേസിമയെ കുറിച്ച് சொல்கிறார், ആസ്യക്കാർ മുഴുവനും എന്നെ വിട്ടുമാറിയപ്പോൾ ആസിയാവിലുള്ള അനേകർ എന്നെ വിട്ടു എന്നെ വിലകിയപ്പോൾ തണുപ്പിച്ച ഒനേസിഫോരസ്, എനിക്ക് ഇളപ്പാറുതலை തന്ന ഒരുവൻ ഒനേസിമോ. തണുപ്പിച്ചെന്ന് പറയുന്ന ഐസിട്ട് വെള്ളം കൊടുത്ത് തണുപ്പിച്ചെന്നല്ല, ഏതോ ഒരു ഐസ് പോട്ട് താങ്ക ഹൃദയത്തിൽ ചൂട് പിടിച്ചപ്പോൾ, ആമേ അங்கே വേദനയിനാൽ അവർ മനസ്സ് എരിഞ്ഞപ്പോൾ, അവരുടെ മനത് എരിഞ്ഞപ്പോൾ, പലരും മാറി നിന്ന് പരിഹസിച്ചപ്പോൾ, അനേകർ വിലകി നിന്ന് പരിഹാസം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ കേൾക്കുന്ന അൻപാനവர்களே தேவனுடைய പലരും നിനക്കെതിരെ കുത്തുവാക്ക് പറയുമ്പോൾ, അനേകർ ഉങ്ങളെ കുത്തുகிறது പോലെ പേശുമ്പോൾ, പലരും പരിഹസിക്കുമ്പോൾ, അനേകർ ഉങ്ങളെ പരിഹാസം ചെയ്യുമ്പോൾ, നിനക്കെതിരെ പലരും എഴുതുമ്പോൾ, ഉങ്ങൾക്കെതിരെ അനേകർ എഴുതി ചെയ്യുമ്പോൾ, ഇല്ലാതെയാക്കുവാൻ പലരും നോക്കുമ്പോൾ, ഇല്ലാமல் അനേകർ നിனைக்கும் അതിന് നടുവിൽ ഒരു ഒനേസിഫോരസ് ആകുവാൻ നമുക്ക് കഴിയും. அதன் நடுவில் ஒரு ஒனேசிமை உங்களுக்காய் ഹൃദയത്തിൽ ചൂട് പിടിച്ചപ്പോൾ, അവൻ ഹൃദയത്തിൽ അഗ്നി മനസ്സ് കത്തി എരിഞ്ഞപ്പോൾ, അവൻ മനത് വേദനയാൽ എരിഞ്ഞപ്പോൾ, അവന്റെ അരികിലേക്ക് കടന്നു വന്ന് അവനെ തണുപ്പിച്ച ഒരു വ്യക്തി, അരുകാമയിലെ വന്ന് ഇളപ്പാറുതலை തന്ന ഒരു മനുഷ്യൻ, അവൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച ഒനേസിഫോരസ്, അടയ്ത്തുകൊണ്ട് ഒരു ആറുതலை சொன்ன മനുഷ്യൻ. അവൻ വാസ്തവത്തിൽ പൗലോസിനെ തണുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്മയാകவே പൗലുக்கு அப்படி ஒரு இளைப்பாறுதல் ஆறுதல் வேண்டுமா? വളരെ ശക്തനായിരുന്നില്ലേ? പൗൽ അധിക വല്ലமை நிறைந்த മനുഷ്യൻ, സകല കൃപാവരങ്ങളും നിറഞ്ഞ വ്യക്തിയായിരുന്നു. അവർ അമേ വേദനയിലും ദുഃഖങ്ങളിൽ നിറഞ്ഞവർ, വലിയ ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്ന വ്യക്തിയല്ലേ? അധികமான ആവിക്കുரிய ദർശനം, മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയല്ലേ? മൂന്നാമത് വാനം വരെ എടുക്കപ്പെട്ടവർ. എന്നാൽ ക്രിസ്തു നിമിത്തം സകലമോ ഛേദമെന്നെണ്ണിയ വ്യക്തിയായി. ஆனால் கிறிஸ்துவுக்காய் எல்லாம் நஷ்டம் என்று அவர் எண்ணினவர். അനേക കർത്തൃദാസന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അനേക ഊഴിയர்களை നാം பார்க்க முடியும். ഒരിക്കൽ ശക്തനായ ഏലിയാവ് ഒരു തടവ എലിയാ മിക വല്ലമയുള്ള ചെടിയുടെ തണലിൽ ഇരുന്നു കൊണ്ട്, സൂര്യച്ചെടി കീഴായി അമർന്നു കൊണ്ട്, യഹോവേ എന്റെ പ്രാണനെ എടുക്കണമേ, കർത്താവേ എൻ ജീവനെ എടുത്തുകൊള്ളൂ. മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു ഭക്തൻ, അവൻ സാവതർക്കായി വിരുമ്പിന ഒരു മനുഷ്യൻ. ആരായിരുന്നു ഏലിയാവ് നമുക്കറിയാം. എലിയ യാരെന്ന് നമുക്ക് தெரியும். രാജ്യം ഭരിക്കുന്ന ആഹാബ് രാജാവിന്റെ മുഖത്ത് നോക്കി, ആഹാബ് രാജാവേ, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയോ ഉണ്ടാകുകയില്ല എന്ന് ശക്തമായി വിളിച്ചു പറഞ്ഞ എലിയ என்ன செய்தான்? அந்த நாட்டை ஆளக்கூடிய ஆகாபுக்கு எதிராக தைரியமாய் நின்று கொண்டு சொல்கிறார், இனிமே நான் சொன்னாலே என்று வாமேல் பனியும் மழை பெய்யாதிருக்கும் என்று கர்த்தருடைய நாமத்தில் சொல்கிறேன். കർമ്മേലിന്റെ മുകളിൽ ഒരു സിംഹത്തെ പോലെ ഗർജിച്ച ശക്തനായ ഏലിയാവ്, ഒരു കമ്പേറുகிறவனுக்குள்ளாய் സിംഹത്തെ പോലെ കർച്ചിക്കുന്ന മനുഷ്യനായി എലിയ എங்கே ബാലിന്റെ പ്രവാചകന്മാരെ മുട്ടുകുത്തിച്ച ഏലിയാവ്, പാഹാലുടെ തീർക്കദർശിയിലെ മുഴങ്കാൽ പടിയിട வைத்த മനുഷ്യൻ അവൻ. അബ്രഹാമിന്റെ ഈസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ എന്റെ ദൈവമേ, ഈ പ്രാർത്ഥന കേൾക്കണമേ എന്നൊറ്റ പ്രാർത്ഥനയുടെ മുമ്പ് സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറക്കിയ ഏലിയാവ്, അബ്രഹാം ഈസാക്ക് യാക്കോബിൻ ദേവനാകിയ കർത്താവേ എൻ വിണ്ണപ്പത്തിക്ക് பதில் தாரும் എന്ന് சொல்லுகிற ഒരേ ജപത്തിൽ അഗ്നി ഇറങ്ങ பண்ணினவர் എലിയ. ആഹാബ് രാജാവിന്റെ രഥത്തിന് മുമ്പ് ഇസ്രായേൽ വരെ ശക്തമായി പാഞ്ഞുകൊണ്ടിരുന്ന രഥത്തിന് മുമ്പ് പുറകിലല്ല മുമ്പിൽ ഓടി ശക്തിയോടെ ഓടിയ ഏലിയ. ആഹാബ് சென்று கொண்டிருந்த ரதத்துக்கு பின்பாக அல்ல, மாறாக அவன் முன்பாக ஓடின மனுஷன் எலியா. ആ ഏലിയാവ് ദൈവത്തോട് പറയാണ്, ദൈവമേ എന്റെ പ്രാണനെ എടുക്കണമേ.
அவன் தேவனை பார்த்து சொல்கிறான், ஆண்டவரே என் பிராணனை எடுத்துக்கொள்ளும். അപ്പോൾ ഒരു പക്ഷേ ഭക്തന്മാരുടെ ജീവിതത്തിൽ വേദനാജനകമായ അനുഭവം ഉണ്ടാകും. நிச்சயமாகவே தேவனுடைய பிள்ளைகளுடைய வாழ்க்கையில வேதனை வரும். ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ അത് இங்கே பவுலுடைய வாழ்க்கையில் அது நடந்தது. ശക്തനായ പൗലോസ്, அவன் வல்லமையுள்ள மனுஷன் பவுல். ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. ஆசியா நாட்டில் இருக்கிற எல்லாரும் என்னை விட்டு விலகினார்கள். ആസ്യക്കാർ വിട്ടുപോയത് നീ അറിയാതെ ഇരിക്കരുത്. ஆசியா நாட்டில் உள்ளவர் என்னை விட்டு விலகினது நீ அறியாமல் இருக்க അതിന്റെ கூடாது. താഴത്തെ വാക്യത്തിൽ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ചങ്ങലയിലായപ്പോൾ നീ എന്റെ അരികിലേക്ക് വന്നോ. அங்கே 17-ஆம் வசனம் சொல்லுகிறது, நான் சங்கிலினால் கட்டபோது என் அருகாமையிலே வந்தான். ഒനേസിഫോരോസിന്റെ കാര്യമാണ് പറഞ്ഞത്. ஒனேசிப்போருடைய നീ എന്റെ ഹൃദയത്തെ തണുപ്പിച്ചവനായിരുന്നു. முதலாவது பவுலுடைய இருதயத்தை குளிர பண்ணினவன். രണ്ടാമതായി ഞാൻ ചങ്ങലയിലായിരുന്നപ്പോൾ നീ എന്റെ അരികിലേക്ക് വന്നോ. இரண்டாவது சங்கிலினால் கட்டப்பட்ட போது என் அருகாமை வந்தவன். ബന്ധനത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ ആകുമ്പോൾ, நீங்கள் கட்டப்பட்ட நிலைமைக்கு வரும் பொழுது, ചില കുരുക്കുകൾ നിന്റെ ജീവിതത്തിൽ വീഴുമ്പോൾ, சில சுருக்குகள் உங்கள் வாழ்க்கையில வரும் பொழுது, പലരും മാറിപ്പോകുമ്പോൾ, அநேகர் உங்களை விட்டு விலகும் பொழுது, പലരും നിന്നെ പരിഹസിക്കുമ്പോൾ, அநேகர் உங்களை பரிகாசம் செய்யும் ഇന്ന് பொழுது, രാത്രി ദൈവാത്മാവിൽ ഞാൻ വീണ്ടും വിളിച്ചു പറയട്ടെ, ராத்திரி வேளையில் ஆவியானவர் மூலம் சொல்கிறேன், ശത്രു നിങ്ങളെ ചിലപ്പോൾ ബന്ധിക്കുമ്പോൾ, சத்துரு சில வேளை உங்களை கட்டி வைக்கும் போது, നിങ്ങളുടെ കുടുംബത്തിന് നേരെ ശത്രുവിന്റെ ബന്ധനം കടന്നു വരുമ്പോൾ, சில வேளை உங்களுடைய குடும்பத்துக்கு எதிராக சத்துருவின் கட்டு வரும் பொழுது, നിങ്ങളുടെ തലമുറകളെ ശത്രു ആക്രമിക്കുമ്പോൾ, உங்கள் பிள்ளைகளை பிசாசு பிடிக்கும் பொழுது, ഒരു പക്ഷേ സഹായത്തിനായി ആരും കാണുകയില്ല. ஒருவேளை உங்களுக்கு உதவி செய்ய யாரும் இல்லாமல் അങ്ങനെ இருக்கலாம். ബന്ധനസ്ഥനായ പൗലോസിന്റെ അരികിലേക്ക് കടന്നു ചെന്ന ഒനേസിഫോരോസ്, கட்டப்பட்ட நிலைமையில் இருக்கிற பவுலுக்கு அருகாமை வந்த ஒரு ஒனேசிப்போரை குறித்து பார்க்கிறோம். അങ്ങനെ ചെല്ലുന്ന ഒരു ഒനേസിഫോരോസ്, அப்படிப்பட்ட ஒரு ஒனேசிப்போர், അതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. அதை குறித்து பவுல் சொல்கிற வார்த்தை இருக்கிறது. തനിക്ക് മാത്രമല്ല അനുഗ്രഹം ലയിക്കുവാൻ പോകുന്നത് തന്റെ കുടുംബത്തിനും. ആമേൻ. അവനുக்கு മാത്രമല്ല ആശീർവാദം கிடைக்க போது നമ്മുടെ ആ ഭാഗമൊക്കെ എനിക്ക് കുടുംബക്കാർക്കും. വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതെല്ലാം വാസിക്കാൻ എനിക്ക് വിരുപ്പമുണ്ട്. നാം ആദ്യം വായിച്ച വാക്യത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. நான் ஏற்கனவே வாசித்த பகுதிக்கு கீழே உள்ள வசனங்கள் தான் ഒന്നാം இவைகளெல்லாம். അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1-ஆம் அதிகாரம் 15 முதல் 18 வரைக்குமான வசனங்களை തന്റെ வாசிக்கும் ഹൃദയത്തെ பொழுது, തണുപ്പിച്ച ഒനേസിഫോരോസ്, அங்கே தன்னுடைய இருதயத்தை குளிர பண்ணின ബന്ധനത്തിൽ ஒனேசிப்போர், ഇറങ്ങിച്ചെന്ന ഒനേസിഫോരോസ്, கட்டப்பட்ட நிலைமையில் அருகாம வந்தவன் ஒனேசிப்போர், ചങ്ങലയുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന ഒനേസിഫോരോസ്, அந்த கட்டப்பட்ட சங்கிலி நடுவாக வந்தவன் അങ്ങനെയുള്ള ഒനേസിഫോരോസിനോട് പറയുന്നത്, அந்த ஒனேசிப்போரிடத்தில் சொல்லுகிறார், മോനെ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും ഞാൻ ഈ അനുഗ്രഹം പകരുവാൻ மகனே പോകുന്നു. ஒனேசிப்போரே, இது உனக்கு மாத்திரமல்ல குடும்பத்துக்கு நான் ஆசீர்வாதம் சொல்கிறேன். അതിന്റെ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, அதனுடைய 18-ஆம் வசனத்தில் இப்படி பார்க்கிறோம், ആ ദിവസത്തിൽ அதே அந்த നാളിൽ, ആ ദിവസത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. அந்நாளிலே நான் உன்னை ஆசீர்வதிப்பேன். അവിടെ എഴുതിയിരിക്കുന്നത് ആ ദിവസത്തിൽ அந்த நாளில் என்று பார்க்கிறோம். കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ கர்த்தருடைய கரங்களிலே கருணையிலுள்ள இரக்கத்தை அடையும்படி കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. ஆண்டவர் அதற்கு உதவி செய்வார். ഒനേസിഫോരോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന അനുഗ്രഹത്തിന്റെ വാക്കുകൾ, ஒனேசிப்போரை குறித்து பவுல் ஆசீர்வாத வார்த்தைகளை ആ சொல்கிறார். ദിവസത്തിൽ എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? அந்த நாள் என்று சொல்லும்போது எந்த நாள்? സിംഹാസനത്തിന് മുമ്പിൽ சிங்காசனத்துக்கு முன்பாக ആബോലവൃദ്ധൻ ജനം നിറഞ്ഞു നിൽക്കുന്ന ആ ദിവസത്തിൽ, எல்லா ஜனங்கள் அவருக்கு முன்பாய் கொண்டு வந்து நிறுத்தப்படுகிற அந்த நாளில், ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ ദിവസത്തിൽ, நியாய சங்கத்துக்கு முன்பாய் எல்லாரும் நிற்கிற அந்த நாளில், ഒനേസിഫോരോസേ, നിനക്കോ നിന്റെ കുടുംബത്തിന് കരുണ ലഭിക്കാം. மகனே ஒனேசிப்போரே, உனக்கு குடும்பத்துக்கு அன்றைக்கு ஆண்டவர் இரக்கம் காண்பிப்பார். ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോ, ராத்திரியில் வந்திருக்கிற தேவ பிள்ளைகளே, ഒരു ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ എന്റെ മുമ്പിൽ ഉള്ളായതുകൊണ്ട് குறைவான நேரம் மட்டுமே எனக்கு இருந்தபடினால் ഞാൻ എന്റെ ഈ സന്ദേശം ഇവിടെ நான் അവസാനിപ്പിക്കുകയാണ്. என்னுடைய செய்தி இங்கே நிறைவு செய்கிறேன். ഒരു കാര്യം വളരെ വ്യക്തമാണ്, ஒரு காரியம் உறுதியாயிருக்கிறது. ഒരു കാര്യം വളരെ ശക്തമായി നാം മനസ്സിലാക്കണം. ஒரு காரியம் மிகுந்த ஒரு உறுதியாய் புரிந்து கொள்ள வேண்டும். പൗലോസിന്റെ ജീവിതത്തിൽ ആസ്യക്കാർ മുഴുവനും തന്നെ വിട്ടുപോയി. பவுலுடைய ஊழியத்திலே அவரை நேசித்த ஆசியா நாட்டவர் താൻ விலகினார்கள். മരണത്തോട് അടുത്ത് നിൽക്കുന്ന നിമിഷം அவர் மரணத்துக்கு நெருங்கி வருகிற താൻ நேரம், ഇപ്പോൾ അശക്തനാണ്. அவர் அசத்தையாக ഇപ്പോൾ തന്നെ കൊണ്ട് ഒന്നും കഴിവില്ല. இப்போது அவரால் ஒன்று செய்ய முடியாத അങ്ങനെയുള്ള நிலைமை. സമയത്ത് പലരും വിട്ടുപോകുമ്പോ அப்படிப்பட்ட நிலைமையில் அநேகர் விட்டு விலகும் பொழுது ചേർത്ത് പിടിക്കുന്ന ചില, சேர்த்து அணைக்கிற ஒரு சிலர், ചേർത്ത് പിടിക്കുന്ന ചില ഒനേസിഫോരോസ്, சேர்த்து அணைக்கிற ஒரு ஒனேசிப்போர்
போரை போன்ற ഇന്ത്യ சிலர் പെന്തക്കോസ്ത് ദൈവസഭ തമിഴ്നാട് സ്റ്റേറ്റ് കൺവെൻഷനിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, இந்தியா பெந்தகோஸ்து தேவசபை தமிழ்நாடு மாநில கன்வென்ஷனில் நான் இவ்விதமாய் ഈ பறைசாற்றுகிறேன். 2026 ഒരു ഒനേസിഫോരോസായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുമോ? இந்த 2026 நீங்கள் ஒரு ஒனேசிப்போரை போல மாற முடியுமா? നിങ്ങൾ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിലോ, நீங்கள் பெரிய அதிசயங்கள் அற்புதங்களை செய்யாவிட்டாலும், വലിയ അടയാളങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലോ, பெரிய அடையாளங்களை நீங்கள் செய்யாவிட்டாலும், എത്ര വലിയ കൃപാവരങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലോ, பெரிய கிருபை வரங்கள் உங்களுக்கு ഒരു கிடைக்காவிட்டாலும், കാര്യം കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ஒரு காரியம் ஆண்டவர் உங்களை குறித்து ഒരു விரும்பப்படுகிறார். ഒനേസിഫോരോസായി മാറുവാൻ കഴിയുമോ? நீங்கள் ஒரு ஒனேசிப்போராய் மாற முடியுமா? ഈ മഹായോഗത്തിന്റെ പ്രഥമ ദിനത്തിൽ, இந்த மகா கன்வென்ஷனுடைய முதல் ഈ நாளிலே, പ്രഥമ രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുന്നത്, இந்த முதல் நாள் இரவில் ஆவியான தெளிவாய் മറ്റു சொல்கிறார். പല വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ அநேக பெரிய காரியங்களை உங்களால் செய்ய ഒരു முடியாவிட்டாலும், ഒനേസിഫോരോസായി മാറുവാൻ, ஒரு ஒனேசிப்போராய் ഒരു ഒനേസിഫോരോസായി മാറുവാൻ, ஒரு ஒனேசிப்போராய் ഒരു ഒനേസിഫോരോസായി മാറുവാൻ ஒனேசிப்போராய் എന്റെ ദൈവമേ എന്നെ അതിന് ഒരുക്കണമേ. என் தேவன் என்னை എത്ര ஆயத்தப்படுத்துவீராக. പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയാം? எத்தனை பேர் அப்படி ഈ சொல்ல முடியும்? പന്തലിരിക്കുന്നവരോട് ദൈവാത്മാവ് വ്യക്തമായി இங்க ചോദിക്കുന്നു, இருக்கிற ஒவ்வொருவரோட ஆண்டவர் தனிப்பட்ட விதத்தில் മറ്റു വലിയ கேட்கிறார். കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലോ வேறு எந்த காரியத்தை நீங்கள் ഒരു செய்யாவிட்டாலும், ഒനേസിഫോരോസാക്കി എന്നെ മാറ്റണമേ. நீங்கள் சொல்ல வேண்டாம், ஆண்டவர் என்னை ஒரு ஒனேசிப்போரை போல மாற்றும். അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, அப்படி விரும்பப்படுகிறவர்கள், അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിക്കാം. அப்படி விரும்பப்படுகிற பிரியப்பட்டவர்களுக்காக நான் ഞാൻ ஜெபிக்க விரும்புகிறேன். വിശ്വസിക്കുന്ന ഈ 2026 நான் விசுவாசிக்கிறேன் இந்த 2026 അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടെ ആരെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ, அப்படிப்பட்ட நிலைமையில ஒரு திருட நிச்சயத்தோடு யாராகிலும் தீர்மானம் எடுத்தால், ഒനേസിഫോരോസിന് ലഭിച്ച ചില അനുഗ്രഹങ്ങൾ ஒனேசிப்போருக்கு கிடைத்த சில ஆசீர்வாதங்கள் അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച, அவனுக்கு மட்டுமல்ல குடும்பத்தையும் ஆசீர்வதித்து, അത് മാത്രമല്ല ആ ദിവസത്തിൽ அது மாத்திரமல்ல அந்நாளிலே ശക്തിയോടെ നിൽക്കുവാൻ അവന്റെ കരങ്ങൾ ബലപ്പെടും. திடமாய் நிற்க அங்கே தேவன் அவனை അങ്ങനെ பலப்படுத்தினார். ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഒരു നിമിഷം ഒരു വാക്കിൽ ഞാൻ அப்படி പ്രാർത്ഥിക്കുന്നു. நான் இருக்க விரும்புகிறேன் சொல்லுகிறேன், உங்களுக்காக நான் ஒரு நிமிஷம் ஜெபிக்க விரும்புகிறேன். അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വലങ്കര സ്വർഗത്തിലേക്ക് நான் ஒனேசிப்போராய் மாற விரும்புகிறேன் சொல்லுகிறவരുടെ വലതുകരത്തെ ഉയർത്തலாம். വലിയ അത്ഭുത പ്രവൃത്തികളോ വീര്യപ്രവൃത്തികളോ ചെയ്തില്ല എങ്കിൽ, நீங்கள் பெரிய அற்புதங்களையோ காரியங்களை செய்யாமல் இருக்கலாம், വലിയ കൃപാവരങ്ങളൊന്നും എനിക്കില്ല. பெரிய கிருபை வரங்கள் ஒன்று உனக்கு എന്നാൽ இல்லாமல் ഒരു இருக்கலாம். കാര്യം ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനമെടുക്കുന്നു, ஆனால் ஒன்று நான் தேவ சன்னிதானத்தில் தீர்மானம், ഒനേസിഫോരോസിനെ പോലെ நான் ஒனேசிப்போரை போல ചില കർത്തൃദാസന്മാർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ, சில ஊழியர்களுக்கு நான் கைத்தாங்கலாய் இருப்பேன். വേദനിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ, வேதனையோடு இருக்கிற சிலருக்கு நான் உதவியாக இருப்பேன். കണ്ണുനീരിന്റെ അനുഭവത്തിലായിരിക്കുന്ന ചിലരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, கண்ணீர் அனுபவத்தில் இருக்கிற ஊழியர்களுக்கு நான் ഇന്ന് உதவியாக രാത്രി ഒരു இருப்பேன். ഒനേസിഫോരോസിനെ പോലെ ഞാനൊരു തീരുമാനമെടുക്കുന്നു. ஒனேசிப்போரில் இருக்க இன்னைக்கு நான் தீர்மானம் അങ്ങനെ எடுக்கிறேன். തീരുമാനമെടുക്കുന്നവർ നിങ്ങളുടെ വലങ്കര സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. இப்படிப்பட்ட ஒரு தீர்மானம் எடுக்கிற ആ കരം ഉയർത്തി வலதுகரத்தை உயர்த்தலாம். ആ കരം ഉയർത്തിയവർ മാത്രം ആ സ്ഥാനത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. நீங்கள் கரங்களை உயர்த்தினீர்கள் என்று சொன்னா நீங்க இருக்கிறதுல ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. உங்களுக்காக ஒரு நிமிடம் ஜெபிக்க விரும்புகிறேன். കരം ഉയർത്തിയവർ ആ സ്ഥാനത്ത് ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ദയവാக കരங்களை ഉയർത്തിനാ എല്ലാവരും எழுந்து நிற்கலாம். കരം ഉയർത്തിയവർ മാത്രം എഴുന്നേറ്റാൽ മതി, കരങ്ങളിൽ ഉയർത്തിയവர்கள் மட்டும் അല്ലാതെ ആരും എഴുന്നേൽക്കരുത്. കരங்களை ഉയർത്താதவர்கள் ഇന്ന് வேண்டாம். രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രി, இந்த ராத்திரியில் தேவன் உங்களுக்காய் கிரியை செய்கிற ராத்திரி, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാത്രി, தேவன் உங்களுக்காய் கிரியை செய்கிற ராத்திரி, നിന്റെ മനസ്സിനെ കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. உன்னுடைய மனதை கண்டு உனக்காய் கிரியை செய்ய ഒരു விரும்புகிற നിമിഷം ഞാൻ ராத்திரி. പ്രാർത്ഥിക്കട്ടെ. உங்களுக்காய் ஜெபிக்கிறேன். സ്വർഗ്ഗസ്ഥനാകുന്ന ഞങ്ങളുടെ പ്രിയ பரலோக பிதாவே, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ இந்த സ്തുതിക്കുന്നു. ஆசீர்வதிப்பட்ட நேரத்துக்காய் ஸ்தோத்திரம். ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ தேவ சன்னிதானத்தில் எழுதி நிற்கிற അവിടുന്ന് அன்பானவர்களே, വ്യക്തമായി കാണുന്നല്ലോ. அவர்களை நீர் ஆண்டவரை தெளிவாய் അവരുടെ பார்க்கிறீர். വിഷയങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ. அவருடைய காரியங்களை நீர் ഈ அறிகிறீர். രാത്രിയിൽ അവരെടുത്ത തീരുമാനത്തിന് മുമ്പ് இந்த ராத்திரியில் நீர் ஆண்டவர் அவர் எடுத்த தீர்மானத்துக்கு ലോകത്തിൽ முன்பாக പലതും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, உலகத்தின் அநேக காரியங்களை சம்பாதிக்காவிட்டாலும், കൃപാവരങ്ങൾ പലതും നേടുവാൻ കഴിഞ്ഞില്ല, கிருபை வரங்களை சம்பாதிக்காவிட்டாலும், വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല, பெரிய அற்புதங்களை செய்யாவிட்டாலும், ഒരു ഒനേസിഫോരോസിനെ പോലെ ஒரு ஒனேசிப்போரை போல മറ്റുള്ളവരെ തണുപ്പിക്കുവാൻ, மற்றவர்களை குளிர பண்ணுகிறவர், മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, மற்றவருடைய கண்ணீரை துடைக்கிறவர், മറ്റുള്ളവരുടെ വേദന ഒപ്പുവാൻ, மற்றவருடைய வேதனை ഈ நீக்கி 2026 இது 2026 തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ தீர்மானம் எடுத்திருக்கிற അവിടുത്തെ அன்பானவர்களே, അത്ഭുത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. அவருடைய அற்புதமான கரங்களை உங்களை ஒப்படைக்கிறேன். ഇന്ന് രാത്രി അവിടുത്തെ ദാസന്മാരാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി இந்த പ്രാർത്ഥിക്കുന്നു. ராத்திரியில் ஊழியர்களாகிய நாங்கள் இவர்களுக்காக
ജപിക്കുന്നു. കർത്താവേ, അവിടുത്തെ അദൃശ്യകരം അവരെ തൊടണമേ. ഉമ്മുடைய കാണக்கூடாத கரவர்களை தொடுவதாக. അവിടുത്തെ അത്ഭുത വിടുതൽ അവരെ കൽപ്പിക്കണമേ. உம்முடைய அற்புத விடுதலை அவர்களுக்கு கட்டளையிடுவீராக. ഈ രാത്രി ഒരു വ്യത്യസ്ത അനുഭവത്തിലൂടെ അവരെ നടത്തണമേ. இந்த ராத்திரியில் ஒரு வித்தியாச அனுபவத்தில் அவளை நடத்துவீராக. ഒനേസിഫോരോസിന് ലഭിച്ച ചില അനുഗ്രഹം ஒனேசிப்போருக்கு கிடைத்த ஆசீர்வாதங்கள் തനിക്ക് മാത്രമല്ല തന്റെ കുടുംബത്തിന്, அவருக்கு மட்டுமல்ல அவருடைய குடும்பத்தாருக்கு, തനിക്ക് മാത്രമല്ല തന്റെ തലമുറയ്ക്ക്, அவருக்கு மட்டுமல்ல சந்ததிகளுக்கு, തന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച അനുഭവം, அவருடைய பிள்ளைகளுக்கு கிடைத்த അത് ஆசீர்வாதங்கள். മാത്രമല്ല ആ ദിവസത്തിൽ, அது மாத்திரமல்ல அந்த நாளில் ന്യായാസനത്തിൽ നിൽക്കുന്ന ആ ദിവസം, நியாயாசனத்துக்கு முன்பாக நிற்கிற அந்த நாளில், ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുന്ന ആ ദിവസം, கிறிஸ்துவின் நியாயாசனத்துக்கு முன்பாக நிற்கிற அந்த நாளிலே പ്രിയപ്പെട്ടവർക്കൊരു നീതിയായി കണക്കിടണം. ஆண்டவரே, அன்பானவர்களுக்கு அது ஒரு நீதியாய் അവർ கணக்கிடுவீராக. ചെയ്തിരിക്കാൻ സ്തോത്രം. ஆண்டவர் அப்படி செய்தபடினால் நன்றி. വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കും. விசுவாசத்தாலே தேசங்கள் ஜெபிக்கிறோம். യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. இயேசுவின் நாமத்தில் ஆமென்.